കണ്ണൻ്റെ കഥ. കണ്ണൻ വീടുകൾ തോറും കയറി വെണ്ണകട്ടു തിന്നുന്നു. ഗോപസ്ത്രീകൾ യശോദാമ്മയോട് പരാതി പറഞ്ഞു. പക്ഷേ യശോദാമ്മ അത് വിശ്വസിച്ചില്ല. എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നു പറഞ്ഞു. തുടരെ ഗോപസ്ത്രീകൾ പരാതി പറഞ്ഞപ്പോൾ കണ്ണനാണ് വെണ്ണ കക്കുന്നതെങ്കിൽ കൈയോടെ പിടിച്ച് കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പ്രതിവിധി കണ്ടുപിടിച്ചു. ഉറിയിൽ ഒരു മണി കെട്ടിയിടുക എന്നായിരുന്നു അത്. കൃഷ്ണൻ ഉറിയിൽ തൊടുമ്പോൾ മണി കിലുങ്ങും, അപ്പോൾ പിടികൂടാം എന്നായിരുന്നു പദ്ധതി. അങ്ങനെ ഗോകുലത്തിലെ എല്ലാ വീടുകളിലും ഉറിയിൽ മണി കെട്ടിയിട്ടു. ഒരു ഗോപികയുടെ ഗൃഹത്തിൽ കണ്ണൻ വെണ്ണ കട്ടെടുക്കാൻ എത്തി. കൂടെ കൂട്ടുകാരുമുണ്ട്. കൃഷ്ണൻ ഉറിയിൽ നോക്കിയപ്പോൾ മണി കണ്ടു. ഭഗവാൻ മണിയിലേക്ക് ഉറ്റുനോക്കി. മണി അടിയൻ എന്നു പറഞ്ഞു. അതിൻ്റെ പൊരുൾ ഞാൻ നിന്റെ അടിയനാണ് എന്നും മണി മുഴങ്ങുകയില്ല എന്നുമാണ്. കണ്ണന് സന്തോഷമായി. കണ്ണൻ വെണ്ണയെടുത്തപ്പോൾ മണി കിലുങ്ങിയില്ല. കൂട്ടുകാർക്കൊക്കെ വെണ്ണ പങ്കുവെച്ചു കൊടുത്തു. അപ്പോഴും മണി മുഴങ്ങിയില്ല. കണ്ണൻ വെണ്ണയെടുത്ത് വായിലേക്ക് കൊണ്ടുപോകേണ്ട താമസം അതാ മണി നിർത്താതെ കിലുങ്ങാൻ തുടങ്ങി. കണ്ണൻ താൻ കബളിപ്പിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്ന മുഖത്തോടെ പരിഭവം പൂണ്ട് മണിയോട് ചോദിച്ചു, നീ അടിയൻ എന്നു പറഞ്ഞില്ലേ? അതിനു മണിയുടെ മറുപടി, കണ്ണാ, നീ ദൈവമാണ്. അങ്ങ് ഉണ്ണുമ്പോൾ ഭഗവാന് നിവേദിക്കപ്പെട്ടു എന്നല്ലേ പൊരുൾ. മണി അടിക്കാതിരിക്കാനാകുമോ? അതുകൊണ്ടാണ് താൻ ഇഷ്ടപ്രകാരം ഞാൻ മണി മുഴക്കിയത് എന്നായിരുന്നു.